ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളെ വലിയ നോമ്പിലാണല്ലോ, നോമ്പിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, കൂടുതൽ പ്രാർത്ഥനയിൽ വളരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ടോക്കുകളൊക്കെ നമുക്ക് വിശ്വാസത്തിൽ കൃപയിലൊക്കെ വളർത്താൻ ഒരുപാട് സഹായിക്കുമല്ലോ. നമ്മൾ ആരാധനാക്രമത്തിൽ പ്രത്യേകിച്ച് നോമ്പുകാലത്ത് നടത്തുന്ന ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെയുണ്ടല്ലോ, ഈ നോമ്പുകാലം കൂടുതൽ ഫലദായകമാക്കാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഈ നോമ്പുകാലം കുറച്ചുകൂടെ ഫലദായകമാക്കാൻ ഒന്ന് രണ്ട് ചിന്തകളെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥനയിൽ വളരാൻ, വിശുദ്ധിയിൽ വളരാൻ, പൈശാചിക ശക്തികളെ ഒഴിപ്പിക്കാൻ, ആത്മാക്കളെ നേടാൻ, ഇതിനെല്ലാം നമ്മുടെ ഉപവാസം, നോമ്പ്, പരിഹാര പ്രാർത്ഥനകൾ വളരെ ഉപകാരപ്രദമാണ്. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ സുഹൃത സരണി എന്ന് പറഞ്ഞൊരു മനോഹരമായ ഗ്രന്ഥത്തിൽ അതിനകത്ത് അമ്മ ത്രേസ്യ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: നമുക്ക് ധ്യാനത്തിലേക്കും പ്രാർത്ഥനയിലേക്കും എല്ലാം വളരാൻ 3 കാര്യങ്ങൾ വേണമെന്ന് പറയാം. 1 എളിമ, 2 സഹോദര സ്നേഹം, 3 ഡിറ്റാച്ച്മെൻറ്റ്. എളിമ, സഹോദര സ്നേഹം, ഡിറ്റാച്ച്മെൻറ്റ്. അതിൻ്റെ ഓർഡർ ചിലപ്പം എളിമ കഴിഞ്ഞിട്ട് ഡിറ്റാച്ച്മെൻ്റ് ആണെന്ന് തോന്നുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നോമ്പുകാലം കുറച്ചുകൂടെ പ്രാർത്ഥനയിൽ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉപവാസം, നോമ്പ്, ഇതെല്ലാം വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ഓർക്കാണ് ആത്മീയ പിതാക്കന്മാരെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അതാണ് പ്രാർത്ഥിക്കുകയാണെന്ന് നമ്മുടെ ശരീരം അറിയണം. ഉദാഹരണം പറഞ്ഞാൽ, നോമ്പെടുക്കുമ്പോൾ, ഉപവാസം എടുക്കുമ്പോൾ നമ്മൾ ശരീരം അറിയുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ മുട്ടുകൊത്തിയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരം അറിയുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശരീരം അറിയുകയാണ് പ്രാർത്ഥിക്കുകയാണെന്നുള്ളത്. അതുകൊണ്ട് ഈ നോമ്പുകാലം കൂടുതൽ പരിത്യാഗ പ്രവർത്തികളുടെ, ഉപവാസത്തിൻ്റെ, ചില അടക്കങ്ങളുടെ, ഡിറ്റാച്ച്മെൻറ്റ്, ഇതെല്ലാം വലിയ ഉപകാരപ്രദമാണ്. തോബിത്തിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, ഉപവാസത്തോട് കൂടെയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ദാനധർമ്മം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോമ്പുകാലം ഉപവാസം എടുക്കുന്നു, ഒപ്പം തന്നെ നമ്മൾ ദാനധർമ്മം കൊടുക്കുന്നു, അല്ലേ? അപ്പോൾ ഉപവാസത്തോടും ദാനധർമ്മത്തോടും നീതിയോടൊക്കെ കൂടിയാകുമ്പോൾ പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥന ഇത് വളരെ നല്ലതാക്കുക. അതേപോലെ വിശുദ്ധാത്മാക്കൾ പറയുന്ന മനോഹരമായ മറ്റൊരു കാര്യമാണ്, വിത്തൗട്ട് മോട്ടിഫിക്കേഷൻ വി വോണ്ട് സസ്റ്റെയിൻ ഇൻ അവർ ഹോളിനെസ്. നമുക്കൊരു വിശുദ്ധ ജീവിതത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോട്ടിഫിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മാവിൽ കുറച്ചുകൂടെ നമ്മൾ ശക്തിപ്പെടണം. ഇപ്പം സ്നാപകൻ ആത്മാവിൽ ശക്തിപ്പെട്ടത്, അല്ലാന്നുണ്ടെങ്കിൽ ഈശോ ആത്മാവിൽ ശക്തി മരുഭൂമിയിലാണ്. മരുഭൂമിയിലുള്ളത് എന്താ? മരുഭൂമിയിലുള്ളതെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ ആഗ്രഹത്തിൻ്റെ വിരുദ്ധമാണ്. ആത്മാവിൽ ശക്തിപ്പെടുക, അതെല്ലാം വലിയൊരു അനുഗ്രഹമാണ്. ഇനി ഈശോ തന്നെ പറയുന്ന കാര്യം ചിന്തിച്ചു നോക്കിയേ. അതായത് മർക്കോസിന് ശേഷം 9-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിൽ, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, അതിനകത്ത് താഴെയാണ് ഉപവാസം എന്നുള്ള കൊടുത്തിരിക്കുന്നതിന്, പിന്നെ ഈ നോട്ടിൽ അവിടെ പറഞ്ഞാൽ, അപ്പോൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടുമ്പോഴാണ് പൈശാചിക തിന്മകൾ ഒഴിഞ്ഞു പോകുള്ളൂ. അപ്പോൾ നോക്കിയേ, പ്രാർത്ഥനയിൽ വളരാൻ, വിശുദ്ധിയിൽ വളരാൻ, പൈശാചികതയിലെ കീഴ്പ്പെടുത്താൻ. ഇനി ആത്മാക്കളെ നേടണമെങ്കിലോ അതിന് ഈ നോമ്പ് ഉപവാസം പരിഹാരം വേണം, അല്ലേ? വിശുദ്ധ അഗസ്തീനോസിനെ നേടിയ മോനിക്കാമ്മയുടെ ചരിത്രം അതാണല്ലോ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പുകാലം കൂടുതൽ അനുഗ്രഹപ്രദമായി തീരട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.